യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായമാണ് നമ്മൾ ചില ക്ലാസ്സുകളിലായി ചിന്തിച്ചു വരുന്നത്. നമ്മള് പെട്ടെന്ന് ഒരു ക്ലാസ് എടുത്ത് തീർക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. നമ്മൾ പഠിക്കുന്ന ഭാഗങ്ങള് അത് ഒരു ക്ലാരിറ്റി വരുത്തി, ഒരു വ്യക്തത വരുത്തി മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും സന്തോഷകരമായ ഒരനുഭവമാണ്. ഈ അധ്യായത്തില്, ഈ 6-ാം അധ്യായത്തില് കർത്താവായ യേശുക്രിസ്തു ചെയ്ത ആദ്യത്തെ അത്ഭുതം, 2 അത്ഭുതങ്ങളിൽ ആദ്യത്തെ അത്ഭുതത്തോട് ബന്ധപ്പെട്ടാണ് ഈ അധ്യായത്തിന്റെ അവസാനം വരെയുള്ള വചനങ്ങൾ പിന്നീട് അതിൻ്റെ അനുബന്ധമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദീർഘമായ ഒരു പ്രസംഗവും അതിനോടുള്ള ജനത്തിന്റെ പ്രതികരണവും കർത്താവിന്റെ ശിഷ്യന്മാരുടെ പ്രതികരണവും ഒക്കെയാണ് ഒടുവിൽ നമ്മൾ കാണുന്നത്. ഇത് വളരെ വേദശാസ്ത്രപരമായി പഠിക്കുന്നവർക്ക് തന്നെ ഏറ്റവും സങ്കീർണമായ ഒരു വേദഭാഗമാണ്. പഠനത്തിൽ ഏറ്റവും സങ്കീർണമായ ഒരു വേദഭാഗമാണ് ഈ യോഹന്നാൻ 6-ാം അധ്യായത്തിലെ കർത്താവിന്റെ പ്രസംഗത്തോട് ബന്ധപ്പെട്ട ഉപദേശ സത്യങ്ങൾ. ഞാൻ പറയുന്ന ഓരോ വാക്കുകൾക്കും പ്രാധാന്യമാണ്. ഇവിടെ പറയുന്ന കർത്താവിന്റെ ശരീരം ആഹാരമാണെന്നും കർത്താവിന്റെ മാംസം ഭക്ഷണമാണെന്നും കർത്താവിന്റെ രക്തം പാനീയമാണെന്നുമാണ് കർത്താവ് ഇവിടെ പറയുന്നത്. അതാണ് ഇവിടെ ഐച്ഛികമായി കർത്താവ് ഊന്നി പറയുന്നത്. ഇത് ക്രൈസ്തവ ലോകത്തിൽ ഒട്ടേറെ, ഇങ്ങേറ്റം എപ്പിസ്കോപ്പൽ സഭകൾ ഉൾപ്പെടെ, ശ്രദ്ധിക്കണേ, ഈ പറയുന്ന ക്രിസ്തുവിന്റെ മാംസം തിരുവത്താഴത്തിൽ ഉപയോഗിക്കുന്ന അപ്പമാണെന്നും തിരുവത്താഴത്തിലെ പാനപാത്രമാണ് ഇവിടെ പറയുന്ന യേശു ക്രിസ്തുവിന്റെ രക്തമെന്നും ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ട്. ഒരു വലിയ അബദ്ധോപദേശം, ഒരു വലിയ ദുരുപദേശം ഇന്ന് പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ അധ്യായം ശരിക്ക് പഠിക്കുമ്പോൾ ആ ദുരുപദേശം സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് കൂടുതൽ വ്യക്തമാകും എന്ന് എനിക്ക് സംശയമില്ല. ഇവിടെ ഈ പല ചോദ്യങ്ങൾ കർത്താവിന്റെ ഈ സംസാരത്തോട് ബന്ധപ്പെട്ടും അത്ഭുതത്തോട് ബന്ധപ്പെട്ടും പല ചോദ്യങ്ങൾ യഹൂദന്മാർ കർത്താവിനോട് ചോദിക്കുന്നുണ്ട്. അതിൽ ഇവരുടെ കർത്താവിനോടുള്ള ഇവരുടെ ഒരു റിക്വസ്റ്റ് ആണ് നമ്മൾ ഒടുവിൽ ചിന്തിച്ചത്. 34 മുതൽ 40 വരെയുള്ള വചനങ്ങൾ. യോഹന്നാൻ 6-ന്റെ 34 മുതൽ 40 വരെയുള്ള വാക്യങ്ങളാണ് അതിൽ ചില ഭാഗങ്ങൾ നമ്മൾ ചിന്തിക്കുകയുണ്ടാകും. അവരാവശ്യപ്പെടുന്നത് ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും തരണമേ, ഈ അപ്പം എപ്പോഴും ഞങ്ങൾക്ക് തരണമേ എന്നാണ് കർത്താവിനോട് അവർ ആവശ്യപ്പെടുന്നത്. ഏതപ്പമാണ്? 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ അവർക്ക് കൊടുത്ത അപ്പമാണ് ഇവര് ആവശ്യപ്പെടുന്നത്. അല്ലാതെ അവർക്ക് സ്വർഗീയ അപ്പം വേണ്ട, ആത്മീയ ആഹാരം അവർക്ക് വേണ്ട. അവരുടെ ശരീരത്തെ പോഷിപ്പിക്കുന്ന ആഹാരമാണ് ഇവർ ചോദിക്കുന്നത്. ശമരിയ സ്ത്രീയോട് കർത്താവ്, ഞാൻ ജീവനുള്ള വെള്ളം, ഒരിക്കലും ദാഹിക്കാത്ത വെള്ളം നിനക്ക് തരും എന്ന് പറഞ്ഞപ്പോൾ അവിടെ പ്രതികരണം പോലെ അവള് എന്താ, ഞാൻ ഇവിടം വരെ വരാതിരിക്കാൻ, എനിക്ക് ഒരിക്കലും ദാഹിക്കാതിരിക്കാനും നീ എനിക്ക് ആ വെള്ളം തരണമെന്നാ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ കർത്താവ് പറഞ്ഞ ആത്മീയ അർത്ഥം അവർക്ക് മനസ്സിലായില്ല. നമ്മള് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. അത് മറ്റൊന്നല്ല, യേശുക്രിസ്തുവും വിശുദ്ധ തിരുവെഴുത്തും പറയുന്ന ആത്മീക സത്യങ്ങൾ ലോക മനുഷ്യർക്ക് തിരിയത്തില്ല, അത് മനസ്സിലാകത്തില്ല. അതിന്റെ കാരണം എന്താണെന്ന് നമ്മൾ ചിന്തിച്ചു അല്ലേ? 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിലുണ്ട് 14-ാം വാക്യത്തിൽ എന്താ? പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. പ്രാകൃത മനുഷ്യൻ
ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. അതാണ് അതിന്റെ കാര്യം. പ്രാകൃത മനുഷ്യന് ആത്മീകമായി ഇത് വിവേചിക്കേണ്ടതാകിയാൽ അത് അവന് ഗ്രഹിക്കാൻ പ്രയാസം. അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഇവര് ശാരീരിക പോഷണത്തിനുള്ള ആഹാരം ചോദിക്കുന്നത്. അപ്പോഴാണ് കർത്താവ് അത് കൂടുതൽ ക്ലാരിറ്റി വരുത്തുകയാണ്, കൂടുതൽ വ്യക്തമാക്കുകയാണ്. 35-ാം വാക്യത്തിൽ കർത്താവ് അവരോട് പറയാം, ഞാൻ ഈ പറഞ്ഞത് നിങ്ങളുടെ ശരീരത്തിന്റെ വിശപ്പ് മാറ്റുന്ന അപ്പത്തെ കുറിച്ചാണ്. 35-ാം വാക്യം നോക്കുക. ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എന്റെ അടുക്കൽ വരുന്നവന് വിശക്കയില്ല, എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും ദാഹിക്കയില്ല. അപ്പൊ കർത്താവ് വ്യക്തമാക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ അപ്പം നിങ്ങളുടെ ശരീരത്തിനുള്ളതല്ല, നിങ്ങളുടെ ആത്മീകമായ വിശപ്പ് മാറ്റുന്ന ആഹാരമാണ് ഞാൻ തരാം എന്ന് പറഞ്ഞത് എന്ന് കർത്താവ് വ്യക്തമാക്കുക. ഏതാണ് ആ അപ്പം? ഞാൻ ഒറ്റ വാക്കിൽ അതിങ്ങനെ പറഞ്ഞ് പോകാം. അപ്പം വേണമെന്നാണ് ഇവരാവശ്യപ്പെട്ടത്. അപ്പം എന്നുള്ള ആ വാക്ക് നമ്മള് ഗ്രീക്കിൽ നിന്ന് വിവർത്തനം ചെയ്യുമ്പോൾ ഈ അപ്പം എന്ന് പറഞ്ഞിരിക്കുന്ന മിക്ക ഭാഗങ്ങളും ആഹാരം എന്ന അർത്ഥത്തിലാകട്ടോ. ആ ആഹാരം ഞങ്ങൾക്ക് എപ്പോഴും തരണമേ, വിശപ്പിനുള്ള ആഹാരം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ കർത്താവ് ഇവരോട് പറയുന്നത് എന്താണ്? ആ അപ്പം ഏതാണ്? 35-ാം വാക്യം ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ദ പേഴ്സൺ ഓഫ് ക്രൈസ്റ്റ്, യേശുക്രിസ്തു എന്ന വ്യക്തിയാണ്, യേശുക്രിസ്തു എന്ന ആളത്വമാണ്, യേശുക്രിസ്തു എന്ന ദൈവം മാനവജാതിക്ക് നൽകിയ ക്രിസ്തു എന്ന, ഇപ്പൊ ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചല്ലോ പലരും, യേശുക്രിസ്തു എന്ന ആ വ്യക്തിത്വമാണ്, ആ ആളത്വമാണ് മനുഷ്യന്റെ വിശപ്പ് മാറ്റുന്ന അപ്പം. ഞാൻ ഒന്നുകൂടെ ശക്തമായി പറഞ്ഞാൽ, വ്യക്തമായി പറഞ്ഞാൽ, ഒരു വ്യക്തിയെ ക്രിസ്തുവിന് ലഭിക്കുമ്പോൾ അവന്റെ ആത്മീക ആവശ്യങ്ങളെല്ലാം നിറവേറ്റപ്പെടുക. ക്രിസ്തു മുഖാന്തരം അവന്റെ ആത്മീക ആവശ്യങ്ങളെല്ലാം നിവൃത്തിയാക്കപ്പെടുകയാണ്. പിന്നെ വേറെ ഒരാളിന്റെ അടുക്കൽ പോകേണ്ടതില്ല. വേറെ ഒരു ആത്മീക ആവശ്യത്തിന് വേണ്ടി വേറെ ആരെയും സമീപിക്കേണ്ട ആവശ്യം ഉണ്ടാകുന്നില്ല. ഇങ്ങനെ ഇവിടെ 4-ാം അധ്യായത്തിൽ പറയുന്ന കുടിക്കുക എന്ന പ്രയോഗവും ഈ അധ്യായത്തിലുണ്ട് കുടിക്കുക എന്നുള്ള പ്രയോഗം നമുക്ക് പിന്നാലെ ചിന്തിക്കാം. എന്റെ രക്തം കുടിക്കാതിരിക്കുക, എന്റെ മാംസം തിന്നുക, തിന്നുക, കുടിക്കുക എന്ന് ഇവിടെ ആവർത്തിച്ച് പറയുന്ന ആ വാക്കിന്റെ അർത്ഥം നമ്മള് ഈ ഭാഗങ്ങളൊക്കെ ഓടിച്ചു പോയതാണ്. തിന്നുക, കുടിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തിരുവത്താഴത്തിലെ അപ്പം തിന്നുന്നതും തിരുവത്താഴത്തിലെ വീഞ്ഞു കുടിക്കുന്നതുമല്ല. ലളിതമായ ഒറ്റ വാക്കാണ്. സഹോദരങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കരുത്. എന്താണ് തിന്നുക, കുടിക്കുക എന്നുള്ള ആ വാക്കിന്റെ അർത്ഥം എന്താണ്? ആ വാക്കിന്റെ അർത്ഥം വിശ്വസിക്കുക എന്നുള്ളതാണ്. വിശ്വസിക്കുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. തിന്നുക, കുടിക്കുക എന്നതുകൊണ്ട് കർത്താവ് അർത്ഥമാക്കുന്ന അതാണ്. ഇവിടെ നമ്മൾ ചിന്തിച്ച അടുത്ത കാര്യത്തിലേക്ക് വരാം. രക്ഷയുടെ 2 ഭാഗങ്ങൾ കർത്താവ് ഇതിനോട് ചേർത്ത് വ്യക്തമാക്കുന്നു. നോക്കണം, അതാണ് 37 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണും. 37-ാമത്തെ വാക്യം വളരെ പ്രധാനപ്പെട്ട ഒരു വചനം. രക്ഷയുടെ 2 ഘട്ടങ്ങൾ. ഒന്ന്, പിതാവ് പുത്രന് കൊടുക്കുക. 2, പുത്രൻ പിതാവ് നൽകിയതിനെ സൂക്ഷിക്കുക എന്നുവരെ, ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസം വരെ പിതാവായ ദൈവം പുത്രന്റെ പക്കൽ ഏൽപ്പിച്ച ആ വ്യക്തിയെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് വരെ ആ വ്യക്തിയെ സൂക്ഷിക്കുക, ആ വ്യക്തിയെ പരിപാലിക്കുക, സംരക്ഷിക്കുക,
ഏറ്റവും നല്ല വാക്ക് സൂക്ഷിക്കുക എന്നുള്ള വാക്കാണ്. അതിന് ഇംഗ്ലീഷിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു വാക്കാണ് സെക്യൂരിറ്റി, ഇറ്റേണൽ സെക്യൂരിറ്റി, നിത്യമായ ഭദ്രത. അപ്പോൾ രക്ഷയുടെ രണ്ട് ആസ്പെക്ട്സ് ഇവിടെ കാണുകയാണ്. ഒന്ന്, പിതാവ് പുത്രന്റെ അടുക്കലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടുവരും. ആ പുത്രന്റെ അടുക്കൽ ചെന്ന വ്യക്തിയെ പുത്രൻ പുനരുത്ഥാനത്തിന്റെ ദിവസം വരെ പുത്രൻ ആ വ്യക്തിയെ സൂക്ഷിക്കുന്നു. മനസ്സിലായല്ലോ? പുനരുത്ഥാനത്തിന്റെ ദിവസം വരെ എന്ന് പറയുമ്പോൾ സ്വർഗത്തിൽ നമ്മെ എത്തിക്കുന്നത് വരെ, അഥവാ നിത്യതയിൽ നമ്മൾ ചേരുന്നത് വരെ പുത്രൻ നമ്മളെ സൂക്ഷിക്കുകയാണ്. ഈ ആശയം നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നിന്ന് വിശദമായിട്ടൊന്ന് ചിന്തിക്കാൻ ശ്രമിക്കുകയുണ്ടായി. അപ്പോൾ രക്ഷയെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പാഠം, ഞാൻ ഒരു സത്യം തുറന്നു പറയട്ടെ, അനേകർക്ക് മനസ്സിലായിട്ടില്ലാത്ത അനേക ആളുകൾക്ക്, ഒന്നുകൂടെ അത് വിശദമായിട്ട് പറഞ്ഞാൽ, ശരിയായിട്ട് പറഞ്ഞാൽ, മനസ്സിലായിട്ടും ചില ആളുകൾക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്താ? രക്ഷഭദ്രമാണ്, രക്ഷിക്കപ്പെട്ടയാൾ യേശുക്രിസ്തുവിന്റെ കരങ്ങളിൽ സുരക്ഷിതനാണ് എന്ന ആ വലിയ സത്യം. കേട്ടോ, നമ്മുടെ ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്നവരാരും ആയിക്കൊള്ളട്ടെ, ഏത് സഭാബന്ധത്തിൽപ്പെട്ട ആളുമായിക്കൊള്ളട്ടെ, ഞാൻ വളരെ വിനയത്തോടെ പറയുകയാണ്, നമ്മുടെ പ്രമാണ ഗ്രന്ഥം ഈ ബൈബിളാണ്. ഈ പുസ്തകം വ്യക്തമാക്കുന്നത് എന്താണ് അത് നമ്മൾ അംഗീകരിക്കും. നമ്മൾ ബ്രദറുകാരനായിട്ട് നിന്നോ പെന്തിക്കോസുകാരനായിട്ട് നിന്നോ അല്ല വചനം പഠിക്കേണ്ടത്, വചനം അംഗീകരിക്കണം. വചനം കൃത്യമായിട്ട് നമ്മളോട് പറയുകയാണ്, പിതാവ് പുത്രനെ ഏൽപ്പിച്ചു, പുത്രൻ പുനരുത്ഥാനത്തിന്റെ ദിവസം വരെ നമ്മളെ സൂക്ഷിക്കുക. ഇനിയും 38 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ, 38 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിൽ നമ്മുടെ ആ ഇറ്റേണൽ സെക്യൂരിറ്റി, അഥവാ നമ്മുടെ നിത്യമായ ഭദ്രത വ്യക്തമാക്കുകയാണ് കർത്താവായ യേശു ക്രിസ്തു കുറെ കൂടെ വ്യക്തമാക്കുക. നോക്കുക, ആ 2 വാക്യങ്ങൾ നമ്മൾക്കൊന്ന് വായിച്ചു പോകാം. 38, 39, 40 വാക്യങ്ങൾ, 3 വാക്യങ്ങൾ. ഈ 3 വാക്യങ്ങൾ നമ്മൾക്കൊന്ന് വായിച്ചു പോകാം. എന്താ? പിതാവ് എനിക്ക് തന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരും, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. അവൻ എനിക്ക് തന്നതിൽ ഒന്നും ഞാൻ കളയാതെ എല്ലാം ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണമെന്നാകുന്നു എന്നെ അയച്ചവന്റെ ഇഷ്ടം. ഷൈജം ബ്രദറിന് വായിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം. സംസാരിക്കുന്നുണ്ട്, ചുമയുടെ ബുദ്ധിമുട്ട് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ തന്നെ അതുകൊണ്ടായിരുന്നു. സോറി. വേറെ ആരെങ്കിലും വായിക്കുന്നെങ്കിൽ സന്തോഷം, ഇല്ലെങ്കിൽ ഞാൻ തന്നെ വായിച്ചു. ഇവിടെ ആവർത്തിച്ചു വരുന്ന ഒരു പ്രയോഗം കണ്ടോ? ഈ 37 മുതൽ 40 വരെയുള്ള, വളരെ ശ്രദ്ധിച്ചിരിക്കണേ, 37 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിൽ 2 വട്ടം ആവർത്തിക്കുന്ന ഒരു പ്രയോഗം, 2 വട്ടം ആവർത്തിക്കുന്നത് എന്താണ്? എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. ഇത് പ്രിയപ്പെട്ടവരെ, ഒന്നല്ല പല ക്ലാസ്സിൽ ചിന്തിച്ചാൽ തീരാത്ത ഒരു വിഷയമാണ്. പിതാവിൻ്റെ ഇഷ്ടവും പുത്രൻ നിവർത്തിച്ചതും, പിതാവിൻ്റെ ഇഷ്ടവും പുത്രനായ ഇഷ്ടം നിവർത്തിച്ചതും തിരുവഴുത്തിലെ ഒരു വലിയ ഉപദേശ സത്യമാണ് കേട്ടോ. ഇവിടെ 2 കാര്യങ്ങൾ പറയുകയാണ്. പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാനാണ് ഞാൻ വന്നത്. ഒന്ന്, ക്രിസ്തുവിന്റെ അവതാരത്തിന്റെ ഉദ്ദേശം കേട്ടോ. ക്രിസ്മസിന്റെ സന്ദേശമൊക്കെ കൊടുക്കുന്നുണ്ട്, പറയാൻ പറ്റുന്ന ഒരു ആശയമായത്, ഒരു പോയിന്റ് എന്ന് പറയാമെങ്കിൽ. എന്താ?
യേശുക്രിസ്തു എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത്? ആ ചോദ്യം, ക്രിസ്മസ് ക്രിസ്തുവിന്റെ വരവാണ്. യേശുക്രിസ്തു എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത് എന്ന ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? ഈ ഭാഗത്ത് 2 വട്ടം പറയുക, എന്റെ ഇഷ്ടമല്ല എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാനാണ് ഞാൻ വന്നത്. ക്രിസ്തുവിന്റെ അവതാര, ദ പർപ്പസ് ഓഫ് ഇൻകാർണേഷൻ, യേശുക്രിസ്തുവിന്റെ അവതാരത്തിന്റെ ഉദ്ദേശം എന്താ? പിതാവിന്റെ ഇഷ്ടം നിവർത്തിക്കുക. കേട്ടോ, പിതാവിന്റെ ഇഷ്ടം നിവർത്തിക്കുക. നോക്കുക, നിങ്ങൾ ആ വാക്യം കുറിച്ചിട്ടാൽ മതിയായിരിക്കും. ഇടയ്ക്ക് നോക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ സാവകാശം കൊണ്ട് നോക്കിക്കൊള്ളുക. ഇപ്പൊ വായിക്കുന്നില്ല, ഞാൻ പറഞ്ഞു പോകാം. 40-ാം സങ്കീർത്തനത്തിന്റെ 7-ാം വാക്യം. പുത്രനായ യേശുക്രിസ്തു പിതാവായ ദൈവത്തോട് പറയാണ്, 40-ന്റെ 7, ഇതാ ഞാൻ വരുന്നു, പുസ്തകച്ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. എന്തിനാ ഞാൻ വരുന്നത്? യേശുക്രിസ്തു പറയുകയാണ്, ക്രിസ്തുവിന്റെ വാക്കാണ്. ക്രിസ്തു പറയുകയാണ്, ഞാൻ ഇതാ ലോകത്തിലേക്ക് വരുന്നു. എന്തിനാ ഞാൻ വരുന്നത്? പിതാവിന്റെ ഇഷ്ടം നിവർത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ വരുന്നത്. നമ്മൾ ഓർക്കണം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് സ്വന്തം ഇഷ്ടം ഉണ്ടായിരുന്നില്ല. യേശു ക്രിസ്തു ദൈവത്തിന്റെ ഇഷ്ടം നിവർത്തിക്കാൻ വേണ്ടി വന്നവനാണ്. എനിക്ക് വയ്യ കേട്ടോ, ഇതൊക്കെ എനിക്ക് വയ്യാന്നൊക്കെ പറഞ്ഞ ചുമ്മാല്ല കേട്ടോ. ഇതൊക്കെ വലിയ ആശയങ്ങളാ. ഞങ്ങൾ ഈ കഴിഞ്ഞ ഒരു സന്ദർഭത്തിൽ ഒരു വീട്ടിൽ കൂടിയപ്പോൾ ഞങ്ങള് ചിന്തിച്ച ഒരു കാര്യമാണ്. യേശുക്രിസ്തു ദാസന, പിതാവായ ദൈവത്തിന്റെ ദാസന. 2 വിധത്തിലാണ് യേശുക്രിസ്തു പിതാവിന്റെ ദാസൻ എന്ന് പറയുന്നത്. ഒന്ന്, സ്വന്തം ഇഷ്ടം ഇല്ല, പിതാവ് എന്ത് പറയുന്നു അത് മാത്രം ചെയ്യുന്ന ദാസൻ. ഉദാഹരണം എല്ലാവരും കേൾക്കണേ. നമ്മുടെ വീട്ടിൽ ഒരാളെ പണിക്ക് വിളിക്കുന്നു, ജോലിക്ക് വിളിക്കുന്നു. ആ ആളിനെ നമ്മൾ വിളിക്കുന്ന സെർവന്റ് എന്ന് വിളിക്കുന്നെന്നിരിക്കട്ടെ. എന്താണ്? ആ ആള് വീട്ടിൽ വന്നാൽ തനിക്കിഷ്ടമുള്ള പണി ചെയ്യുകയല്ല. നമ്മൾ പറയാം, ഷൈജം ബ്രദറോ ജോസാറോ, നമ്മൾ പറഞ്ഞു കൊടുക്കുക, നീ പോയി ഇന്നത് എന്ന് പറയാം. കാര്യം അയാൾക്ക് സ്വന്തം ഇഷ്ടമില്ല. എന്നാൽ യേശുക്രിസ്തു വേറൊരു വിധത്തിൽ കൂടെ പിതാവായ ദൈവത്തിന്റെ ദാസനാണ്. എന്താണെന്നറിയാമോ? പിതാവ് ചെയ്യേണ്ട കാര്യങ്ങൾ പിതാവിന് പകരം ഭൂമിയിൽ നിവർത്തിച്ച ദാസനാണ്. ആ ദാസന്റെ പേര് സെർവന്റ് എന്നല്ല, ആ ദാസന്റെ പേര് സ്റ്റുവർഡ് എന്നാണ്, കാര്യവിചാരകൻ എന്നാണ് ആ ദാസന്റെ പേര്. ആ ദാസന് ചെയ്യേണ്ടത് ഈ യജമാനന്റെ ഇഷ്ടമാണ്. പക്ഷേ ആ യജമാനന്റെ ഇഷ്ടം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഞാൻ പറയുന്നത്, യജമാനൻ ഇല്ലാത്ത സ്ഥലത്ത് യജമാനന് പകരം യജമാനനെ പോലെ കാര്യങ്ങൾ ചെയ്യുന്നവനാണ് കാര്യവിചാരം. മനസ്സിലായ? ഇതാണ് വ്യത്യാസം. ഈ 2 വിധത്തിൽ നമ്മളും ദാസന്മാരാണ്. ദൈവം എന്ന് വെച്ചാൽ നമുക്ക് പിന്നെപ്പോഴേലും അത് ചിന്തിക്കാൻ ശ്രമിക്കാം. നോക്കണം, യേശുക്രിസ്തു പിതാവായ ദൈവത്തോട് പറയുകയാണ്, അവിടുത്തെ ഇഷ്ടം നിവർത്തിക്കുവാൻ ഞാൻ ഇതാ വന്നിരിക്കുന്നു എന്ന് കർത്താവായ യേശുക്രിസ്തു വ്യക്തമാക്കുകയാണ്. അതാണ് ഇവിടെ 40-ാം സങ്കീർത്തന 7-ാം വാക്യത്തിൽ പറഞ്ഞ കാര്യമാണ്. കർത്താവായ യേശുക്രിസ്തു യോഹന്നാൻ 6-ാം അധ്യായത്തിന്റെ 37 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് എന്താ? ഞാൻ എൻ്റെ പിതാവിന്റെ ഇഷ്ടം, എൻ്റെ സ്വന്തം ഇഷ്ടമല്ല, എൻ്റെ പിതാവിന്റെ ഇഷ്ടം നിവർത്തിക്കുവാൻ വന്നിരിക്കും. ഇനി നമുക്കൊരു സ്റ്റെപ്പ് കൂടെ മുന്നോട്ട് വെച്ച് പോകാം. നമുക്ക് എന്താണ് എൻ്റെ പിതാവിന്റെ ഇഷ്ടം? ആ ഭാഗത്ത് കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ പിതാവിന്റെ ഇഷ്ടം എന്താണ്? ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു. അവൻ എനിക്ക് തന്നതിലൊന്നും
ഞാൻ കളയാതെ എല്ലാം ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണമെന്നാകുന്നു എന്നെ അയച്ചവന്റെ ഇഷ്ടം. എന്താണ് പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം? 40-ാം വാക്യം കൂടെ ചേർത്ത് നമുക്ക് വായിക്കാം. 40. പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണം എന്നാണ് എന്റെ പിതാവിന്റെ ഇഷ്ടം. ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഇവിടെ ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിക്കുക. ഇത് രണ്ടും നിങ്ങളെ രണ്ട് പ്രധാനപ്പെട്ട പോയിന്റാണ്. ഏത് സുവിശേഷ യോഗത്തിനും പറയാൻ ആവശ്യമുള്ള, പറയാൻ കൊള്ളാവുന്നതല്ല, പറയാൻ ആവശ്യമുള്ള രണ്ട് സത്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. ഒന്ന്, പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം എന്താണ്? പുത്രനെ നോക്കണം. പുത്രനെ നോക്കിക്കൊണ്ട് പിതാവിലും പുത്രനിലും വിശ്വസിക്കണം. വിശ്വസിക്കുമ്പോൾ എന്ത് ലഭിക്കും? നിത്യജീവൻ ലഭിക്കും. പിതാവിന്റെ ഒന്നാമത്തെ ഇഷ്ടം ഇതാണ്. ഏതൊരു വ്യക്തിയും യേശുക്രിസ്തുവിന്റെ അടുക്കൽ ചെന്ന് നിത്യജീവൻ പ്രാപിക്കണം. പിതാവായ ദൈവത്തിന്റെ ഉദ്ദേശം നമ്പർ 1, പർപ്പസ് നമ്പർ 1 ഇതാണ്. എന്താ? എല്ലാവരും യേശുവിന്റെ അടുക്കൽ ചെല്ലണം. സ്തോത്രം. യേശുവിന്റെ അടുക്കൽ ചെന്നാൽ മതിയോ? അടുത്തത്, യേശുവിന്റെ അടുക്കൽ ചെന്ന് നിത്യജീവൻ പ്രാപിക്കണം. പുത്രനിൽ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിക്കണം. എന്റെ ദൈവത്തിന് സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ ആത്യന്തികമായ ഉദ്ദേശം ഇതാണ്. ഞാൻ ഇവിടെ പഴയ നിയമത്തിലോട്ട് ഒന്ന് പോയിക്കോട്ടെ, ഒറ്റ വാക്കിൽ 1 മിനിറ്റ് കൊണ്ടത് പറയാം. ഈ ഫറവോന്റെ അടുക്കൽ ജനം ചെന്ന് ആഹാരം ചോദിക്കാനായിട്ട് ഫറവോന്റെ അടുക്കൽ ക്ഷാമം വർദ്ധിച്ചപ്പോ എല്ലാവരും ഫറവോന്റെ അടുക്കൽ ചെന്നു. അപ്പൊ ഫറവോൻ പറഞ്ഞ എന്താണെന്നറിയാമോ? എന്റെ ഇടയന്റെ വഴിക്കകത്ത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, സൗകര്യമുള്ളപ്പോ ഒന്ന് വായിച്ചാൽ മതി. ഫറവോൻ എന്താ പറഞ്ഞെന്നറിയാമോ? ഇവിടെ ഒരു ഭണ്ഡാരത്തിന്റെ ഉടമസ്ഥനുണ്ട്, ഇവിടെ ഒരു യോസഫുണ്ട്, എല്ലാവരും യോസഫിന്റെ അടുക്കൽ ചെല്ലണം. കേട്ടോ? നിങ്ങൾക്ക് അപ്പം വേണമെങ്കിൽ, നിങ്ങൾക്ക് ആഹാരം വേണമെങ്കിൽ, ജീവരക്ഷയ്ക്കായി, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കതാ, നിങ്ങൾക്ക് ജീവരക്ഷയ്ക്കായി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ യോസഫിന്റെ അടുക്കൽ ചെല്ലണം. സ്തോത്രം. പിതാവായ ദൈവം നമ്മോട് പറയുകയാണ്, ലോകത്തിലെ മനുഷ്യരോട് പറയുകയാണ്, നിങ്ങൾക്ക് ജീവരക്ഷ വേണോ? നിങ്ങൾക്ക് നിത്യജീവൻ വേണോ? സ്തോത്രം. അതിനാരുടെ അടുക്കൽ ചെല്ലണം? എന്റെ പുത്രന്റെ അടുക്കൽ ചെല്ലണം. ഇതാണ് പിതാവായ ദൈവത്തിന്റെ ഇഷ്ടത്തിൽ ഒന്നാമത്തത്. രണ്ടാമത്തത് എന്താണ്? അവിടെ നോക്കുക, 37 മുതൽ 40 വരെയുള്ള വാക്യത്തിൽ, 39-ാം വാക്യത്തിൽ അത് ക്ലിയർ ആണ്. എന്താ? അവൻ എനിക്ക് തന്നതിലൊന്നും ഞാൻ കളയാതെ എല്ലാം ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണമെന്നാകുന്നു എന്നെ അയച്ചവന്റെ ഇഷ്ടം. സ്തോത്രം. എല്ലാവരും പുത്രന്റെ അടുക്കൽ ചെന്ന് നിത്യജീവൻ പ്രാപിക്കണം എന്ന് മാത്രമല്ല, രണ്ടാമത്തെ ഉദ്ദേശം എന്താണ്? അത് പുത്രനെ കുറിച്ചുള്ള ഉദ്ദേശം. അത് നമ്മൾ ചെയ്യേണ്ട കാര്യമല്ല, നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ആദ്യത്തെ ഉദ്ദേശം. എന്താ? പുത്രന്റെ അടുക്കൽ ചെല്ലണം. അത് നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടമാണ്. നമ്മൾ നിത്യജീവൻ പ്രാപിക്കണം. അത് നമ്മളെ കുറിച്ചുള്ള ഇഷ്ടമാണ്. അടുത്ത ഇഷ്ടം നമ്മൾ ചെയ്യുന്നതല്ല. ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽക്കുന്നതും സ്വർഗത്തിൽ പോന്നു, നമ്മളെ സ്വർഗത്തിൽ കൊണ്ട് നിർത്തുന്ന ഒന്നും നമ്മുടെ ജോലി അല്ലെന്ന്. ഞാൻ മിണ്ടാണ്ടിരുന്നതിന്റെ കാര്യം എന്താ? മനസ്സിലായില്ലേ? അത് നമ്മുടെ ജോലിയല്ല. അത് ആരുടെ ജോലിയാ? അത് പുത്രന്റെ ജോലിയാണ്. കേട്ടോ പ്രിയപ്പെട്ടവരെ? മറന്നു പോകരുത്.
മറന്നു പോകരുത്. നമ്മുടെ ദൗത്യം, നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം, നമ്മൾ പുത്രന്റെ അടുക്കൽ ചെല്ലുക എന്നുള്ളതാണ്. നിത്യജീവൻ പ്രാപിക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞുള്ള ജോലി കേട്ടോ, അത് പുത്രൻ ചെയ്യുന്നതാണ്. എന്താ? ഒടുക്കത്തെ നാളിൽ നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്നുള്ളത് പുത്രന്റെ ജോലിയാ. സ്തോത്രം. പുത്രന്റെ ആ താല്പര്യം നോക്കണം. ഞാന് അത് ഒരു വാചകത്തിൽ പറഞ്ഞിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുക. ഇവിടെ ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾക്ക് ചിന്തിക്കാനുണ്ട്, എങ്കിലും ഞാൻ ഒരു വാചകത്തിൽ പറഞ്ഞ് മുന്നോട്ട് പോകാം. നമ്മൾ ഈ യോഹന്നാന്റെ സുവിശേഷം തന്നെ പഠിച്ചാൽ കർത്താവ് ആവർത്തിച്ച് പറയുന്നുണ്ട് ആ പിതാവിന്റെ ഇഷ്ടത്തോടുള്ള കർത്താവിന്റെ മനോഭാവം. 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, 34-ാം വാക്യത്തിൽ അതാണ് എൻ്റെ ആഹാരം എന്ന് പറയുന്നുണ്ട്. 5-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിൽ ആവർത്തിക്കുന്നുണ്ട്. ഗത്സമനയിൽ വെച്ച് കർത്താവ് പറയുന്നുണ്ട്, മത്തായി 26:39, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടമാകട്ടെ എന്ന്. ഇത് പറഞ്ഞാൽ ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തും. എൻ്റെ കർത്താവിന്റെ മനസ്സ് എനിക്ക് തരണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. എൻ്റെ സ്വന്തം ഇഷ്ടം വേണ്ട കർത്താവ്, എനിക്കിഷ്ടമില്ല, എൻ്റെ സ്വന്തമായ ഒരിഷ്ടമില്ല, അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിവർത്തിക്കണം. യേശു ക്രിസ്തു അതിന് സമർപ്പിക്കപ്പെട്ടവനായിരുന്നു. ഏതിന്? ദൈവത്തിന്റെ ഇഷ്ടം നിവർത്തിക്കുവാൻ വേണ്ടി സമർപ്പിക്കപ്പെട്ടവനായിരുന്നു. ഞാന് ഒരു വാക്കൂടെ ഒന്ന് ഇതിനോട് ചേർത്ത്, നമ്മൾ പഠിക്കുമ്പോൾ ഇതെല്ലാം ചേർത്ത് പഠിക്കണമല്ലോ. 40-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്, അല്ലേ? എല്ലാരും ഒന്ന് തലയെങ്കിലും വാട്ടിയാൽ. 40-ാം സങ്കീർത്തനത്തിന്റെ 7-ാം ഒരു വാചകം എഴുതിയിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ ഭാഗത്ത് ഒരു പ്രത്യേക പ്രയോഗമുണ്ട്. എല്ലാരും നോക്കി പിന്നീട് ഒന്ന് നോട്ട് ചെയ്ത് എഴുതി കേട്ടോ. ഇത് പ്രത്യേക നോട്ടായിട്ട് എഴുതി ഒന്നിട്ട് മനസ്സിലാക്കുക. എന്താ അവിടെ എഴുതി? നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു. 6-ാമത്തെ വാക്യം അല്ലേ? നീ എനിക്ക് ചെവികളെ തുളച്ചിരിക്കും. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? നീ എനിക്ക് ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? എബ്രായ ലേഖനത്തിൽ അത് ഉദ്ധരിക്കുന്നുണ്ട്, നീ എനിക്കൊരു ശരീരം ഒരുക്കിയിരിക്കുന്നു എന്നാ 10-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. നീ എനിക്കൊരു ശരീരം ഒരുക്കി. എന്താ ഈ ചെവിയെ തുളച്ചെന്ന് പറയുന്നത്? യോവേൽ സംവത്സരത്തിൽ ഇസ്രായേലിയ കുടുംബത്തിലെ ഒരടിമയെ സ്വതന്ത്രനായിട്ട് വിടുമ്പോൾ ആ അടിമ എനിക്ക് സ്വതന്ത്രനായി പോകണ്ട, മരണം വരെ ഞാൻ അങ്ങേ സേവിച്ചു കൊള്ളാം, അവിടുത്തെ ദാസനായി ഇരുന്നു കൊള്ളാം എന്ന് പറയുമ്പോൾ ആ യജമാനൻ ആ ദാസനെ തൻ്റെ വീടിന്റെ കട്ടളയോട് ചേർത്ത് നിർത്തി അവന്റെ ചെവികളെ ആ കട്ടളയോട് ചേർത്ത് ആണി അടിച്ച് ആ ചെവികളെ തുളയ്ക്കുന്ന പ്രക്രിയയാണ് നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇതൊരടയാളമാണ്. ഏത്? ഈ ചെവികളെ തുളയ്ക്കുന്നത് അടയാളമാണ്. ഇങ്ങനെ ഒരടിമയെ യഹൂദന്മാരുടെ ഇടയിൽ കണ്ടാൽ അവർക്ക് മനസ്സിലാകും, ഈ അടിമയ്ക്ക് വില പറഞ്ഞുകൊണ്ട് നമ്മൾ ചെല്ലരുത്, മരണം വരെ വേറെ ഒരു യജമാനന്റെ അടിമയാണ്. യേശുക്രിസ്തു എന്താ? ചെവികൾ എനിക്ക് തുളച്ചിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഞാൻ സമ്പൂർണമായി എന്റെ പിതാവിന്റെ ഇഷ്ടത്തിന് സമർപ്പിക്കപ്പെട്ടവരാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ ആഴത്തിൽ പഠിക്കുമ്പോഴാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം നമ്മൾക്ക് കൂടുതൽ വ്യക്തമാകുക. ആ ഇഷ്ടം, അതിൽ നിന്ന് കർത്താവിന് മാറാൻ കഴിയില്ല. ഞാന് ഒന്നുകൂടെ പറഞ്ഞോട്ടെ, നമ്മൾ കർത്താവിന്റെ അടുക്കൽ ചെന്നു,
കർത്താവ് നമുക്ക് നിത്യജീവൻ തന്നു. കാൽവരിയിലെ ക്രൂശിൽ മരിച്ച ദൈവപുത്രന്റെ വിലയേറിയ ജീവൻ, ജീവൻ മാത്രമല്ല സമൃദ്ധിയായ ജീവൻ നമുക്ക് തന്നു. നമ്മൾ വീണ്ടും ജനിച്ചു, നമ്മൾക്ക് നിത്യജീവൻ കിട്ടി. ഇനി നമ്മളെ എവിടെ കാണാമെന്നറിയാമോ? ഇനി നമ്മളെ സ്വർഗത്തിൽ നമ്മൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് കാണാം. നിത്യജീവൻ പ്രാപിച്ചവരാണെങ്കിൽ നമ്മളെ എല്ലാവരെയും യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പിച്ച് പിതാവിന്റെ മുമ്പിൽ, അവിടെ എഴുതിയിരിക്കുന്ന ആ വാക്ക് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രയോഗമുണ്ട്. നോക്കുക, 39 വാക്യത്തിൽ അവൻ എനിക്ക് തന്നതിൽ അടുത്ത വാക്ക് കണ്ടോ? എന്താ? ഒന്നും ഞാൻ കളയാതെ പോകത്തില്ലെന്നേ, ഒന്നും കളയാതെ ഒരെണ്ണം. യേശു ക്രിസ്തുവിന്റെ അടുക്കൽ ചെന്ന് നിത്യജീവൻ പ്രാപിച്ച ഒരു വ്യക്തി പോലും പതിവിലേറെ ശബ്ദം ഞാൻ എടുത്ത് സംസാരിക്കുന്നു എന്ന് എനിക്ക് സംശയമുണ്ട്. എന്താ കാരണമെന്നറിയാമോ? ഇത് തിരുവെഴുത്തിലെ ഏറ്റവും വലിയ ഉറപ്പിക്കപ്പെട്ട സത്യം. ഒരാൾ പോലും നഷ്ടപ്പെട്ടു പോവുകയില്ല. ഒന്നും കളയാതെ എന്ന് പറഞ്ഞാൽ ഒന്നിനെ പോലും നഷ്ടപ്പെടുത്താം. ഞാൻ ഇവിടോട് ഈ ഭാഗത്തോട് ഒരു വേദഭാഗം കൂടെ ചേർത്ത് വെച്ചോട്ടെ, എല്ലാവരുടെ അനുവാദത്തോടുകൂടെ. ഇതൊക്കെ ചിന്തിക്കുന്നുണ്ട് നമ്മുടെ ഹൃദയം കത്തുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സ്തോത്രം. മത്തായി സുവിശേഷം 3-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് യോഹന്നാൻ സ്നാപകൻ പറയുമ്പോൾ, എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാകുന്നു എന്ന് പറയുന്ന ആ വേദഭാഗം നമുക്കറിയാമോ? അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞിട്ട് കർത്താവിനെ കുറിച്ച് യോഹന്നാൻ സ്നാപകൻ പറയുന്നുണ്ടോ? ഞാൻ നമ്മൾ ചിന്തിക്കേണ്ട ഭാഗം മാത്രം കേട്ടോ, ഒരു ബോക്സിനകത്ത് ആ ഭാഗം മാത്രം പറയാം. എന്താ? വീശുമുറം അവന്റെ കയ്യിലുണ്ട്. അവന്റെ കയ്യിലുണ്ട്. അൺമ്യൂട്ട് ചെയ്ത് പറയാൻ പറ്റുന്നവർ എന്റെ കൂടെ അങ്ങ് പറഞ്ഞു, വലിയ സന്തോഷമായി. വീശുമുറം അവന്റെ കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും എന്നിട്ട് എന്ത് ചെയ്യും? ഗോതമ്പ് കളപ്പുര. എന്റെ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഗോതമ്പിനെ എങ്ങോട്ട് ചേർക്കും? ചേർക്കും. ഞാൻ പറയട്ടെ, പതിരിനെ വേർതിരിക്കും. ഗോതമ്പും പതിരും തമ്മിൽ വേർതിരിക്കുമ്പോൾ ഈ പതിരിന്റെ കൂടെ, ഞാൻ അടിവരയിട്ട് പറയട്ടെ, ഈ പതിരും ഗോതമ്പും തമ്മിൽ വീശുമുറം കൊണ്ട് നമ്മുടെ കർത്താവ് വേർതിരിക്കുമ്പോൾ ആ പതിരിന്റെ കൂടെ ഒരു മണി പോലും, ഒരു ഗോതമ്പ് മണി പോലും കേട്ടോ പോവുകയില്ല. ഇതൊക്കെ ദൈവവചനത്തിലെ അത്യത്ഭുതമാർന്ന സത്യങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. ഈ സത്യങ്ങളെ ധ്യാനിക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയം സന്തോഷിക്കുന്നത്. അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്നുള്ളതൊരു സത്യമാണ്. അതുപോലെ സത്യമാണ് നമ്മൾ ക്രിസ്തുവിൽ ഭദ്രരാണ്. നമ്മുടെ രക്ഷ ക്രിസ്തുവിൽ ഭദ്രമാണ്. നമ്മൾ ക്രിസ്തുവിനോട് കൂടെ കർത്താവിന്റെ രാജ്യത്തിൽ, സ്വർഗരാജ്യത്തിൽ നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. ഇവിടെ ഈ ഭാഗത്ത് ഈ 37 മുതൽ 40 വരെയുള്ള വാക്യങ്ങളില് രണ്ട് വിധ രക്ഷയെക്കുറിച്ച് നമ്മുടെ കർത്താവിന്റെ അടുക്കൽ ചെന്ന് പ്രാപിക്കുന്ന രക്ഷയെക്കുറിച്ചും പിന്നീട് കർത്താവിനാൽ സൂക്ഷിക്കപ്പെടുന്ന അഥവാ വർത്തമാനകാല രക്ഷ, കർത്താവ് നമ്മളെ സൂക്ഷിച്ച് ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. അത് നമ്മുടെ ദേഹിയുടെ രക്ഷ, വർത്തമാനകാല രക്ഷ. എന്നാൽ ഇവിടെ വേറൊരു വിധത്തിൽ കൂടെ നമ്മൾ കാണും. അവിടെ കർത്താവായ യേശുക്രിസ്തു പറയുന്ന ആ വാക്ക് നോക്കുക. ആ 39-ാം വാക്യത്തിൽ
ഒടുക്കത്തെ നാളിൽ ഞാൻ അല്ല സോറി 40-ാം വാക്യം. പുത്രനെ നോക്കി നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന വിശ്വസിക്കുന്ന ഏവനും ഉണ്ടോ? നിത്യജീവൻ ഉണ്ടാകുന്നു. ഏവനും. പിന്നെ കർത്താവ് ഇവിടെ 2 വിധ രക്ഷയെക്കുറിച്ച് പറയുന്നുണ്ട്. 37-ാം വാക്യം നോക്കുക. എന്റെ അടുക്കൽ വരുന്നവൻ, അത് ഇൻഡിവിജ്വൽ രക്ഷയാണ്. എന്റെ അടുക്കൽ വരുന്നവൻ ഏകവചനത്തില. എന്റെ അടുക്കൽ വരുന്നവൻ ഉണ്ടോ? ഇനിയും 39-ാം വാക്യത്തിൽ പറയുന്നത് എന്താണെന്നറിയാമോ? എന്താ? എനിക്ക് തന്നതിൽ ഒന്ന് കളക്റ്റീവ് സാൽവേഷൻ, എല്ലാവരെയും ഉയർത്തെഴുന്നേൽപ്പി. ഒന്ന് വ്യക്തിപരമായ രക്ഷയാണ്, ഇൻഡിവിജ്വൽ. എന്റെ അടുക്കൽ വരുന്നവൻ ആകണം. എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയില്ല. എന്റെ അടുക്കൽ വരുന്നവൻ, ഇൻഡിവിജ്വൽ സാൽവേഷൻ. ഈ ഭാഗങ്ങളൊക്കെ പഠിച്ചാൽ തീരുമോ പ്രിയപ്പെട്ടവരെ? ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഞാൻ തനിയെ കർത്താവിന്റെ അടുക്കൽ വന്നു. സ്തോത്രം. എനിക്ക് തനിയെ ഞാൻ ചെന്നപ്പോൾ ആ രക്ഷ എനിക്ക് വ്യക്തിപരമായി തനിയെ അനുഭവിക്കുവാൻ സാധിച്ചു. സ്തോത്രം. ഞാൻ വരുന്നു ക്രൂശിങ്കൽ, സാധു ക്ഷീണൻ കുരുടൻ, സർവവും എനിക്കച്ചിൽ. ഞാൻ വരുന്നു ക്രൂശി, ഞാൻ ഒറ്റയ്ക്ക്. ചെറിയ അൻസാരപാടി വരുന്നു, ഞാൻ തനിയെ, എനിക്ക് നീ മതി. ഞാൻ ഒറ്റയ്ക്ക് വരികയാണ്. എന്റെ കൂടെ എത്ര പേരുണ്ടെന്ന് ഞാൻ നോക്കുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് എന്റെ കർത്താവിന്റെ അടുക്കൽ വരിക. പക്ഷെ ഞാൻ കർത്താവിന്റെ അടുക്കൽ ചെന്നത് ഒറ്റയ്ക്കാണ്. പിന്നീട് കർത്താവ് എന്നെ സൂക്ഷിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല. എന്നോടൊപ്പം ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷോപലക്ഷം പേരെ കർത്താവ് തന്റെ രക്ഷയിൽ കൂട്ടിവരുത്തിയവരെനിക്ക് കൂട്ടായിട്ടുണ്ട്. തീർന്നില്ല. ഒരു ദിവസം കളക്റ്റീവായി ഞാൻ മാത്രമല്ല, എന്നോടുകൂടെ കോടാനുകോടി വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും. നോക്കണം. ഇൻഡിവിജ്വൽ സാൽവേഷൻ, വ്യക്തിപരമായ രക്ഷ, ആൻഡ് കളക്റ്റീവ് സാൽവേഷൻ, കളക്റ്റീവായിട്ട് എന്താ, കൂട്ടമായിട്ടുള്ള രക്ഷ. ഇത് രണ്ടും ഇവിടെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഞാൻ മറ്റൊരു പ്രയോഗം കൂടെ, ഈ ഭാഗത്ത് ഒരു പ്രയോഗം കൂടെ പറഞ്ഞിട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുക. നോക്കുക, ഇവിടെ ആവർത്തിക്കുന്ന ഒരു പ്രയോഗമാണ് ഒടുക്കത്തെ നാളിൽ. 39-40 വചനങ്ങളിൽ 2 പ്രാവശ്യം പറയുന്നുണ്ട് ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണം, ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണം. ഈ അധ്യായത്തില് ഈ ഭാഗത്ത് തന്നെ, കർത്താവിന്റെ ഈ പ്രഭാഷണത്തിൽ തന്നെ 4 പ്രാവശ്യം ഈ ഒടുക്കത്തെ നാളിൽ എന്നുള്ള വാക്കുണ്ട്. ടി എസ്കറ്റെ ഹിമീര എന്ന വാക്കാണ് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്നത്. എസ്കറ്റെ എന്ന വാക്ക് അവസാനം എന്നുള്ളതാണ് എസ്കറ്റെ. എസ്കറ്റോളജി എന്നുള്ളതൊക്കെ അന്ത്യകാല ശാസ്ത്രം എന്നുള്ളതിന് ഉപയോഗിക്കുന്ന എസ്കറ്റോളജി ഒക്കെ ഇതിൽ നിന്നുണ്ടായതാണ്. കർത്താവ് ഇവിടെ 4 പ്രാവശ്യം 39-ാം വാക്യത്തിൽ കുറിക്കുന്നവര്, 1 31-ാം വാക്യത്തിലുണ്ട്, 2 40-ാം വാക്യത്തിലുണ്ട്, 3 44-ാം വാക്യത്തിലുണ്ട്, 4 54-ാം വാക്യത്തിലുണ്ട്. ഈ 4 ഭാഗത്ത് ഒടുക്കത്തെ നാളിൽ എന്ന ആശയം കർത്താവ് പറയുന്നുണ്ട്. ഇത് ഈ ഒടുക്കത്തെ നാളിൽ എന്നിവിടെ പറയുന്നു ഇല്ലേ? ഒടുക്കത്തെ നാളെന്ന് ഇവിടെ പറയുന്ന അന്ത്യകാലം, അന്ത്യനാള് എന്ന അർത്ഥത്തിലാണ്. ഞാൻ ഇനിയും ഒരു 3 വേദഭാഗങ്ങൾ പറയാം. ഈ ഒടുക്കത്തെ നാൾ എന്നുള്ളതിന് 3 അർത്ഥതലങ്ങളുണ്ട്. ബൈബിൾ ക്ലാസ് ആയതുകൊണ്ട് ഞാൻ പറയുകയാണ്.
നമ്മളിത് ക്ലാസ് എവിടെയെങ്കിലും എടുക്കുമ്പോൾ ഇത് വിഭജിച്ച് തന്നെ മനസ്സിലാക്കി നമ്മൾ അവിടെ പറയേണ്ടതായിട്ട് കേട്ടോ. ഈ 3 അർത്ഥതലങ്ങൾ ഇതിന് ഏത് ഈ ഒടുക്കത്തെ നാളിൽ എന്നുള്ളതിന്, അഥവാ ഇംഗ്ലീഷിൽ അത് കൊടുത്തിരിക്കുന്നത് ഈ ഒടുക്കത്തെ നാളെന്നുള്ളതിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് അറ്റ് ദ ലാസ്റ്റ് ഡേ എന്നാണ്. കണ്ടോ, അറ്റ് ദ ലാസ്റ്റ് ഡേ. മലയാളത്തിൽ ഈ ഒടുക്കത്തെ നാൾ അല്ലെങ്കിൽ അറ്റ് ദ ലാസ്റ്റ് ഡേ എന്നുള്ളത് വിവർത്തനം ചെയ്തത് പല വിധത്തിലാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഒടുക്കത്തെ നാള്. പിന്നെ നോക്കുക, യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ മാർത്ത കർത്താവിനോട് ഇതേ വാക്ക് തന്നെ പറയുന്നു. മാർത്ത കർത്താവിനോട് ഇതേ വാക്ക് പറയുന്നു 11:24. മാർത്ത അവനോട്, ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. കണ്ടോ, ഇത് ഒരു വളരെ വിസ്തൃതമായ അല്ലെങ്കിൽ വളരെ വിദൂരമായ അർത്ഥമുള്ള ഒരു കാര്യമാണ് മാർത്ത പറയുന്നത്. ഞാൻ ഈ ഭാഗമൊക്കെ വായിച്ചപ്പോ യഹൂദ സ്ത്രീകൾ പോലും, ഇസ്രായേലിലെ സഹോദരിമാർ പോലും കേൾക്കണം, ചിന്തിച്ചു നോക്കി, അവര് പോലും വേദജ്ഞാനം, അവരുടെ ഉപദേശപരമായ ജ്ഞാനം നമ്മുടെ സഹോദരിമാരൊക്കെ ശരിക്കും പഠിക്കേണ്ടതായി. കർത്താവ് അവളോട് പറയുകയാണ്, യേശു കർത്താവ് പറഞ്ഞു, കർത്താവിനോട് ഈ സഹോദരിമാര് പറഞ്ഞു, നമുക്കറിയാമല്ലോ പശ്ചാത്തലം, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കുകയില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞു, അവൻ ഉയർത്തെഴുന്നേൽക്കും. അപ്പൊ സഹോദരിമാര് പറയുന്നത് എന്താണെന്ന് അറിയാം, മാർത്ത പറയുന്നത് ശരിയാ, കർത്താവ് ഉയർത്തെഴുന്നേൽക്കും, ഞങ്ങൾക്ക് സംശയമില്ലെന്നേ. എന്നുയർത്തെഴുന്നേൽക്കും? ഒടുക്കത്തെ പുനരുത്ഥാനത്തിൽ എന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. ഒടുക്കം ഒരു പുനരുദ്ധാനമുണ്ട്. ആ പുനരുദ്ധാനത്തിൽ എന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. ഇത് അന്ത്യകാലത്ത് നടക്കാൻ പോകുന്ന പുനരുദ്ധാനമാണ്. ഈ പുനരുദ്ധാനം പഴയ നിയമ ഭക്തന്മാരുടെ പുനരുദ്ധാനത്തെ സൂചിപ്പിക്കുന്നതാണ്. ഇത് തിരുവെഴുത്തിൽ പഴയ നിയമത്തിലുമുണ്ട്. ദാനിയേലിന്റെ പ്രവചനം 12-ാം അധ്യായത്തിലും ഈ പുനരുദ്ധാനത്തെ കുറിച്ച് തന്നെ അവിടെ കാണാം. ആ ഒരു ഉയർത്തെഴുന്നേറ്റ് വരും എന്നുള്ളത്. അബ്രഹാമിന് മുമ്പേ ഉണ്ടായിരുന്ന ഇയ്യോബിനും അബ്രഹാമിന് ശേഷം ഉണ്ടായിരുന്ന ദാവീദിനും ഇവർക്കൊക്കെ അന്ത്യകാലത്ത് നടക്കാൻ പോകുന്ന പുനരുദ്ധാനത്തെ കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു. ഇത് അന്ത്യകാല പുനരുദ്ധാനമാണ്. ഈ യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിൽ പറയുന്ന 4 ഭാഗത്ത് പറയുന്ന പുനരുദ്ധാനവും 11-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ പറയുന്ന പുനരുദ്ധാനവും തമ്മിൽ സാരതരമായ വ്യത്യാസമുണ്ട്. ഒന്ന്, യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്നിട്ട് രക്ഷിക്കപ്പെടുന്നവരുടെ പുനരുത്ഥാനമാണ് യേശുക്രിസ്തു പറഞ്ഞത്. മാർത്ത പറഞ്ഞത് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടവരുടെ പുനരുത്ഥാനമല്ല. മാർത്ത പറഞ്ഞത് പഴയ നിയമഭക്തന്മാരുടെ പുനരുദ്ധാനമാണ്. ഈ പുനരുദ്ധാനം രണ്ടും 2 സമയത്താണ് നടക്കുന്നത്. ഇനി നോക്കുക, യോഹന്നാൻ 12-ാം അധ്യായത്തിലേക്ക് വന്നാൽ 12-ാം അധ്യായത്തിന്റെ 48-ാം വാക്യത്തിൽ വേറൊരു അറ്റ് ദ ലാസ്റ്റ് ഡേ ഉണ്ട്. 12:48. എന്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവനുണ്ട്. ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിധിക്കും. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് മലയാളത്തിൽ
അവസാനത്തെ ദിവസമെന്നല്ല, ഒടുക്കത്തെ നാളെന്നാണ്. അവിടെ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിധിക്കും. അവസാനത്തെ പുനരുദ്ധാനമെന്നല്ല, ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിധിക്കും. ഇതേതാണ് ഈ പുനരുദ്ധാനം? ഈ ഒടുക്കത്തെ നാളിലെ പുനരുദ്ധാനം ഏതാണ്? ആ വചനം സൂക്ഷിച്ച് വായിച്ചിട്ട് വേണം അത് വ്യാഖ്യാനിക്കാൻ. ഇത് പഴയ നിയമ ഭക്തന്മാരുടെ പുനരുദ്ധാനമോ പുതിയ നിയമവിശ്വാസികളുടെ പുനരുദ്ധാനമോ അല്ല. തട്ടി കൂടുതലാണോ? അല്ലല്ല. ഇത് ആരുടെ പുനരുദ്ധാനമാണ്? കർത്താവിന്റെ വചനം കേട്ട് കർത്താവിൽ വിശ്വസിക്കാത്തവർ പുനരുത്ഥാനം ചെയ്ത് ന്യായവിധി അനുഭവിക്കുന്നതാണ്. ആ ന്യായവിധി ഏതാണ്? വെള്ള സിംഹാസനത്തിലെ ന്യായവിധിയാണ്. വെളിപാട് പുസ്തകം 20:11 കേട്ടോ. ഈ ഒടുക്കത്തെ നാളെന്ന് കാണുമ്പോൾ എല്ലാം ഒന്നാണെന്ന് വിചാരിക്കരുത്. ഇതിന്റെ വേറൊരു മനസ്സിലാക്കി. ബൈബിൾ ക്ലാസ് അല്ലേ, പ്രത്യേകിച്ചും പാവപ്പെട്ട ഞാനല്ലേ പഠിപ്പിക്കുന്നത്. അത് വേറൊരു ഞാൻ പഠിപ്പിച്ചില്ലെങ്കിൽ അത് തെറ്റാ, ദൈവസന്നിധിയിൽ കുറ്റമാണ്. കണ്ടോ, ഈ രണ്ട് പുനരുത്ഥാനം രണ്ടാ അല്ലേ? രണ്ടൊടുക്കത്തെ നാളും രണ്ടാണ്. ഒന്ന് പഴയ നിയമ ഭക്തന്മാരുടെ പുനരുത്ഥാനമാണ്. മറ്റേത് രക്ഷിക്കപ്പെടാതെ മരിച്ചുപോയ ജീവന്റെ പുസ്തകത്തിൽ പേരില്ലാത്തവരുടെ പുനരുത്ഥാനമാണ് 12:48 പറഞ്ഞിരിക്കുന്ന ഒടുക്കത്തെ നാളും ന്യായവിധിയും എന്നാണ്. കർത്താവിന്റെ വചനം കേൾക്കുകയോ കേട്ടിട്ടും വിശ്വസിക്കാത്തവർ അവരാരാണ്? രക്ഷിക്കപ്പെടാത്തവരാണ്. അവരുടെ ന്യായവിധിയാണ് ഇവിടെ കാണുന്നത്. 20-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ 1ഉം 2ഉം പുനരുദ്ധാനത്തെ കുറിച്ച് പറയുന്നുണ്ട്. 1-ാം പുനരുദ്ധാനത്തിൽ പങ്കുള്ളവര് നമ്മളാണ്, വിശ്വാസികളാണ്. ഇപ്പൊ നമ്മൾ വായിച്ചത് 12:48 യോഹന്നാൻ. നമ്മൾ വായിച്ചത് 2-ാമത്തെ പുനരുദ്ധാനമാണ് കേട്ടോ, രക്ഷിക്കപ്പെടാത്തവരുടെ പുനരുദ്ധാനം. ഇനി നോക്കുക, 3-ാമത് ദ ലാസ്റ്റ് ഡേയ്സ് എന്ന് പറയുന്ന 3-ാമത് വേറൊരു വേദഭാഗം. അത് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു വേദഭാഗം. നോക്കണം, 2 തീമോഥെയോസ് 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. 2 തീമോഥെയോസ് അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. ഈ അന്ത്യകാലം ഏതാണ്? അഥവാ ഇംഗ്ലീഷിൽ അറ്റ് ദ ലാസ്റ്റ് ഡേയ്സ്. ഇതേതാണ്? ഇത് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം. ദൈവത്തിന് സ്തോത്രം. എന്റെ പ്രിയമുള്ളവരെ, ഇത് ഒരു വലിയ പഠനമാണ് അല്ലേ? അന്ത്യകാലം. ഇത് വേറെ പുസ്തകം, നമ്മളെ സാധാരണ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് ഈ അന്ത്യകാലം. എന്നാൽ ഈ അന്ത്യകാലം എന്നുള്ള പ്രയോഗം വേദപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന പല അർത്ഥത്തിലാണ്. ഇപ്പൊ ഞാൻ ഒടുവിൽ പറഞ്ഞ അന്ത്യകാലം, ലാസ്റ്റ് ഡേയ്സ്, അന്ത്യകാലം എന്ന് പറയുന്നത് ഏതാണെന്നറിയാമോ? ഞാനത് ഒരു ചെറിയ വളരെ ബ്രീഫായിട്ടൊന്ന് പറയാം. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 2-ാം അധ്യായത്തില് പത്രോസ് അപ്പോസ്തലന്റെ പ്രസംഗം, സഭായുഗം ക്ഷണിച്ചോ? ഇല്ല അല്ലേ? ക്ഷണിച്ചില്ല. എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് വന്ന് ദൈവസഭ ആരംഭിക്കുക. ഭൂമിയിലേക്ക് പരിശുദ്ധാത്മാവ് വന്ന് ദൈവസഭ ആരംഭിക്കുക. അപ്പോ ആത്മപകർച്ചയുണ്ടായി, ആത്മനിറവ് കണ്ട ഈ ജനങ്ങൾക്ക് ഒരത്ഭുതം ഉണ്ടായി. ഇതെന്താണ് എന്ന് അവര് ചോദിക്കുകയാണ്. ഇതെന്താണ്
ഈ കാര്യം എന്താണ് എന്ന് ചോദിച്ചിട്ട് അവർ പറയും ഇവര് പുതുവീഞ്ഞ് കുടിച്ചവരാ എന്ന് പറഞ്ഞാൽ നല്ല ലഹരിയുള്ള മദ്യം കുടിച്ചവരാ, അല്ലെങ്കിൽ ഇത്രയും ബഹളം ഒന്നും ഉണ്ടാകില്ല, ഇത്രയും ശബ്ദകോലാഹലം ഒന്നും ഉണ്ടാകില്ല. അപ്പൊ അവര് അങ്ങനെ പറഞ്ഞപ്പോൾ പത്രോസ് അപ്പോസ്തലൻ എഴുന്നേറ്റു നിന്ന് പ്രസംഗിക്കുന്ന ഭാഗം എല്ലാവരും എടുത്തു നോക്കണേ. 2-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം, 14 മുതലാണത് ആരംഭിക്കുന്നത്. പത്രോസ് 11 പേരോടുകൂടെ നിന്നുകൊണ്ട് പത്രോസ് പറയുകയാണ്, ഈ ഞങ്ങളാരും ഈ 3 മണിയേ ആയുള്ളൂ എന്ന് പറഞ്ഞാൽ, 3 മണി എന്ന് പറഞ്ഞാൽ രാവിലെ 9 മണി. ആരെങ്കിലും രാവിലെ 9 മണിക്ക് മദ്യപിക്കും? 9 മണിയല്ലേ ആയിട്ടുള്ളൂ. എന്നിട്ട് പറയുകയാണ്, ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവർത്തിയാകുക. ഏതാണത്? 17-ാം വാക്യം. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. അന്ത്യകാലത്ത്. അപ്പോൾ കേൾക്കണേ, എനിക്ക് 1 ഡസനിലേറെ വചനങ്ങൾ എന്റെ ഓർമ്മയിൽ വരുന്നുണ്ട് ഇപ്പോ. കേട്ടോ കേട്ടോ അന്ത്യകാലത്ത് സകല ജഡത്തിൽ. നിങ്ങൾ ഈ കാണുന്നത് യോവേൽ പ്രവാചകൻ പറഞ്ഞല്ലോ, അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ആത്മാവിനെ പകരുമെന്ന്. അതാണ് ഇവിടെ നിവർത്തിയാകുന്നത്. അപ്പോൾ പത്രോസ് പറഞ്ഞ ആ കാലം ഏതാ? സഭാകാലയളവ് തുടങ്ങുകയാണല്ലേ. അപ്പൊ ആ കാലത്തിന്റെ പേരെന്താന്ന് നോക്കി. പത്രോസ് പറയുകയാണ് എന്താ? അന്ത്യകാലം. അന്ത്യകാലം എന്ന് പറയുന്നത്, ഇനിയും ഒരു വാക്യം കൂടെ ഇതിനോട് ചേർത്ത് വെക്കുമ്പോൾ ശരിയാവുമെന്ന് ഞാൻ വിചാരിക്കുക. വേറെ വാക്യങ്ങളിലേക്ക് പോകാതെ തന്നെ എബ്രായർ 1:1. എബ്രായർ 1:1. ദൈവം പണ്ട് ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം നമ്മുടെ പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്തെ പുത്ര മുഖാന്തരം. അപ്പൊ അന്ത്യകാലം ഏതാ? പുത്രൻ മുഖാന്തരം അരുളി ചെയ്യുന്ന കാലം. അന്ത്യകാലം ഏതാ? പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന് സഭ ആരംഭിക്കുന്ന കാലം. ആമേൻ, സ്തോത്രം. മനസ്സിലായോ? അന്ത്യകാലം എന്ന് പറയുന്നത് പെന്തക്കോസ്ത് നാള് മുതൽ, ശ്രദ്ധിക്കണേ, പെന്തക്കോസ്ത് നാള് മുതൽ കർത്താവിന്റെ മേഘപ്രത്യക്ഷത വരെയുള്ള കൃപായുഗം, സഭായുഗമാണ് അന്ത്യകാലം. കേട്ടോ? തിരുവെഴുത്ത് അത്ര കൃത്യമായിട്ട് പറയുക. അപ്പോൾ ഈ അന്ത്യകാലം എന്ന് കണ്ടാൽ ഉടനെ നമ്മൾ വിചാരിക്കരുത് കർത്താവിന്റെ വരവിനോട് ബന്ധപ്പെടുത്തിയാണ് പറയുന്നത്. ഉണ്ട്. എന്താ? കർത്താവിന്റെ വരവായി ഇനി നടക്കാൻ പോകുന്നത്. ഈ സഭായുഗം കഴിഞ്ഞാൽ അടുത്തത് കർത്താവിന്റെ പ്രത്യക്ഷതയാണ്. കർത്താവിന്റെ മേഘപ്രത്യക്ഷതയാണ് അടുത്ത് നടക്കാൻ പോകുന്നത്. ഇത് യുഗങ്ങളുടെ അവസാനത്തെ യുഗമാണ്. അതുകൊണ്ടാണ് അന്ത്യകാലം എന്ന് തിരുവെഴുത്ത് ഈ ഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. 3 അർത്ഥതലങ്ങൾ അറ്റ് ദ ലാസ്റ്റ് ഡേയ്സ് എന്നുള്ളതിന് തിരുവെഴുത്ത് നൽകുകയാണ്. ഒടുക്കത്തെ നാൾ, അന്ത്യനാൾ, അന്ത്യകാലം എന്നീ പറയുന്നത് വ്യത്യസ്ത അർത്ഥങ്ങളിലാണ് തിരുവെഴുത്തിൽ നൽകിയിരിക്കുന്നത്. അത് സന്ദർഭമനുസരിച്ച് മനസ്സിലാക്കി വ്യാഖ്യാനിക്കാൻ നമ്മൾക്ക് സാധിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ അബദ്ധ ഉപദേശങ്ങളിൽ ചെന്ന് ചാടാനുള്ള സാധ്യത.
സ്തോത്രം. അപ്പോൾ നമ്മള് ഇപ്പോ ഏതാണ്ട് 40-ാം വാക്യം വരെ ഒരു ഏകദേശ രൂപത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി. ഇനിയും 41 മുതൽ 51 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ചിന്തിക്കാനുള്ളത്. ഇവിടെ 5-ാമത്തെ ചോദ്യം, 4-ാമത്തെ ചോദ്യമല്ല, 4-ാമത്തെ കാര്യം ചോദ്യം എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ റിക്വസ്റ്റ് ആയിട്ടാണ് കണ്ടത് 40-ാം വാക്യം വരെയുള്ള പഠനത്തിൽ. ഇനിയും 41 മുതൽ 51 വരെയുള്ള വാക്യങ്ങളിൽ 5-ാമത്തെ ചോദ്യം, ഇതൊരു പ്രസക്തമായ ചോദ്യമാണ്. ആ ചോദ്യം നമ്മൾ സമയമെടുത്ത് പഠിക്കാൻ ആവശ്യമുള്ളതുമാണ്. ഞാൻ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം ഇന്ന് പറയാനുള്ള സമയമുള്ളപ്പോഴത്തേക്ക് നമ്മുടെ പതിവനുസരിച്ച് ക്ലാസ് നിർത്തേണ്ട സമയമാവും. നമുക്കാദ്യം ആ ചോദ്യം എന്താണെന്നൊന്ന് പരിശോധിക്കുക. 41-ാം വാക്യവും 42-ാം വാക്യവും 41-ഉം 42-ഉം വാക്യങ്ങൾ ചേർത്തൊന്ന് വായിക്കുമ്പോൾ നമുക്ക് ആ ചോദ്യം മനസ്സിലാവും. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം എന്ന് അവൻ പറഞ്ഞതിനാൽ യഹൂദന്മാർ അവനെ കുറിച്ച് പിറുപിറുത്തു. ഇവൻ യോസേഫിന്റെ പുത്രനായ യേശു അല്ലയോ? അവന്റെ അപ്പനെയും അമ്മയെയും നാം അറിയുന്നുവല്ലോ. പിന്നെ ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു എന്ന് അവൻ പറയുന്നത് എങ്ങനെ എന്ന് അവർ പറഞ്ഞു. കണ്ടോ? യേശുക്രിസ്തു 37-ാം വചനത്തില് കർത്താവ് 37-ം വചനത്തില് കർത്താവ് പറയാണ്, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ തള്ളിക്കളയുകയില്ല. മാത്രമല്ല, എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, ദാഹിക്കുകയില്ല. മാത്രമല്ല, കർത്താവ് പറയുന്നു, ഞാനാണ് നിങ്ങൾ തിന്നാൻ ആവശ്യമുള്ള അപ്പം. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ്. എന്നെ നിങ്ങൾ ഭക്ഷിക്കണം എന്ന ആശയമാണ് കർത്താവ് പറയുന്നത്. അപ്പോഴാണ് ഇവര് ആ 41-ാം വാക്യം വളരെ പഠിക്കേണ്ട ഒരു വാക്യമാണ്. ഞാൻ വായിച്ചു വിടാം. എന്താ ആ വാക്യം? എന്താ? ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം എന്ന് അവൻ പറഞ്ഞതിനാൽ യഹൂദന്മാർ അവനെ കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തമ്മിൽ മന്ത്രിയെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാണ്. എന്തോ ഇത്? ഇവൻ ഒരു മനുഷ്യന്റെ രൂപത്തിൽ നിൽക്കുക, ഇവൻ അപ്പമാണ്. കണ്ട, അവര് തമ്മിൽ പിറുപിറുക്കുക. ഞാൻ ഒരു വാക്ക് വിത്തിൻ ബ്രാക്കറ്റിൽ പറഞ്ഞുകൊണ്ട്, ഈ ജനമുണ്ടല്ലോ, ആരാ? ഈ യഹൂദന്മാർ. അവരുടെ ജീവചരിത്രം, ആ ജീവചരിത്രം എന്നല്ല, യഹൂദന്മാരുടെ ചരിത്രം ഒറ്റ വാക്കിൽ ചുരുക്കി കൂട്ടി പറയാൻ പറഞ്ഞാൽ, ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ ചുരുക്കി കൂട്ടി പറഞ്ഞ ഒറ്റ വാക്കിൽ ഒതുക്കാൻ പറഞ്ഞ ഈ ഒരു വാക്ക് എഴുതിയാൽ മതി, പറഞ്ഞാൽ മതി. അതാ പിറുപിറുപ്പ്, മർമറി, പിറുപിറുപ്പ്. ഇവരുടെ വല്യപ്പൂപ്പന്മാരുടെ കാലത്ത് തുടങ്ങിയതായി കേട്ടോ, പിറുപിറുപ്പ്. യേശുദാവ് പറഞ്ഞു, നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു അപ്പമാണ് ഞാൻ, എന്നെ ജീവനുള്ള അപ്പമാണ്, എന്നെ നിങ്ങൾ ഭക്ഷിക്കണം. അപ്പൊ ഇവര് ചോദിക്കും, ഇവൻ എവിടുന്ന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതെന്ന്? ഇവന് നമ്മള് ഈ അപ്പം തിന്നണമെന്നായി ഇവൻ പറയുന്നത്. അടുത്ത വാചകമാണ് ചോദ്യം, ഇവൻ യോസേപ്പിന്റെ പുത്രനായ യേശു അല്ലയോ? അല്ല സഹോദര, ലോക ചരിത്രത്തോട് ഞങ്ങൾക്ക് വിളിച്ചു പറയാനുള്ള വലിയ സത്യം ഇതാണ്: യേശു യോസേപ്പിന്റെ പുത്രനല്ല. യേശുവിനെ യോസേപ്പിന്റെ പുത്രനായി കാണാൻ ആഗ്രഹിക്കുന്നവരോട്
വ്യക്തമായി സുവിശേഷം വിളിച്ചു പറയുന്ന ഒരു ദൈവദാസന് ഒരു ദൈവം ഇതെന്ന് പറയാനുള്ളത് അല്ല. ഇവിടെയാണ് സാമാന്യ ജനങ്ങളും ദൈവമക്കളും തമ്മിലുള്ള വ്യത്യാസം ആരംഭിക്കുന്നത്. കണ്ടോ, ഇവര് പറയുകയാണ് ഇവൻ യോസേപ്പിന്റെ പുത്രനാണ്. ഞാൻ ആ ഇൻട്രൊഡക്ഷനിൽ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം സംക്ഷിപ്തമായിട്ടൊന്ന് പറയട്ടെ. ഇവർക്കറിയാവുന്ന യേശു സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നവനല്ല. പിന്നെ ഇവർക്കറിയാവുന്ന യേശു ഏതാണ്? യോസേപ്പിന്റെ പുത്രനാണ്. ഇനിയും അടുത്തത്, അവന്റെ അപ്പനെ നമുക്കറിയാം, അവന്റെ അമ്മയെ നമുക്കറിയാം. പിന്നെ ഇവൻ സ്വർഗത്തിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു എന്ന് അവൻ പറയുന്നത് എങ്ങനെയെന്ന് അവർ പറഞ്ഞു. ഇതവർ യേശു കർത്താവിനോട് ചോദിച്ചില്ല. മനസ്സിലാക്കേണ്ട കാര്യം, ഇവര് തമ്മിൽ പറഞ്ഞതേ ഉള്ളൂ, എന്റെ കർത്താവ് ദൈവമാണ്. ഏതു മനുഷ്യന്റെയും നിരൂപണം അറിയുന്നവനാ. അവർ തമ്മിൽ പറഞ്ഞത് കർത്താവായ യേശു വ്യക്തമായിട്ട് അറിഞ്ഞു. എന്നിട്ട് കർത്താവ് അതിനുത്തരം നൽകാൻ പോകുകയാണ്. ഞാൻ പറയട്ടെ, ലോകം മുഴുവൻ ഈ കഴിഞ്ഞ 25-ന് ക്രിസ്മസ് എന്ന് പറഞ്ഞ് വലിയ ആഘോഷം കൊണ്ടായി. വിശ്വാസികൾ എത്ര പേര് ആഘോഷിച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. എത്ര വീടിന്റെ മുമ്പിൽ നക്ഷത്രം കെട്ടിയെന്നും വീടിന്റെ തൊട്ടു മുമ്പിൽ പുൽക്കൂടുണ്ടാക്കിയെന്നും പിന്നെ അതിനകത്ത് ഉണ്ണി യേശു എന്നും പറഞ്ഞ് പാവയെ കൊണ്ട് കിടത്തി. എനിക്കറിയത്തില്ല എത്ര പേര്. എന്റെ ദൈവമേ, എന്റെ പ്രിയമുള്ളവരെ, ഇതൊക്കെ വിഗ്രഹങ്ങളാണ് കേട്ടോ. വർഷാവർഷം യേശു ജനിക്കുന്നില്ല. യേശുവിനെ ജനിപ്പിക്കാനും യേശുവിനെ കൊല്ലാനും യേശുവിനെ ഉയർപ്പിക്കാനും ശ്രമിക്കുന്ന ക്രിസ്ത്യാനികളോടൊപ്പം നമ്മൾ ചേരരുത്. ഒരിക്കൽ എന്നേക്കുമായി ക്രിസ്തു പിറന്നു, ഒരിക്കൽ എന്നേക്കുമായി ക്രിസ്തു മരിച്ചു, ഒരിക്കൽ എന്നേക്കുമായി ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ഒരിക്കൽ എന്നേക്കുമായിട്ട്, വൺസ് ഫോർ ഓൾ. ഇത് ബൈബിളിൽ ആവർത്തിച്ച് പറയുന്ന ഒരു വലിയ സത്യമാണ്. ഇവിടെ കർത്താവായ യേശു പറയുകയാണ്, എന്റെ ലോകത്തിൽ എന്റെ അപ്പൻ, എന്റെ അമ്മ, അതിനപ്പുറത്ത് എനിക്കൊരു ചരിത്രമുണ്ട്. ആരംഭമല്ല. യേശുക്രിസ്തുവിന് ആരംഭമില്ല. ആരംഭമില്ലാത്ത അൽഫയും ഒമേഗയുമാണ് കർത്താവായ യേശുക്രിസ്തു. കർത്താവായ യേശുക്രിസ്തുവിനെ പരിമിതപ്പെടുത്തരുത്. ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ നാച്ചുറൽ ഫാമിലിയെ കുറിച്ച് ഇവർക്കറിയാം. ആർക്ക്? യഹൂദന്മാർക്ക്. യേശുക്രിസ്തുവിന്റെ ഭൗതിക കുടുംബത്തെ കുറിച്ച്, ലോകത്തിലെ കുടുംബത്തെ കുറിച്ച് ഇവർക്കറിയാം. പക്ഷെ ഇവർക്കറിയാൻ മേലാത്ത ഒരു കുടുംബമുണ്ട്. ഏതാണ് അത്? യേശുക്രിസ്തുവിന്റെ സ്വർഗത്തിലെ കുടുംബമാണ്. യേശുക്രിസ്തു സ്വർഗീയനാണ്. ആദാമിന് ആരംഭമുണ്ട്, ക്രിസ്തുവിന് ആരംഭമില്ല. ആദാം ഒന്നാം മനുഷ്യനാണ്, എന്നാൽ യേശുക്രിസ്തു ആദാമിന് ജീവൻ കൊടുത്ത കർത്താവാണ്, ജീവിപ്പിക്കുന്ന കർത്താവാണ്. യേശുക്രിസ്തുവിനെ ബേത്ലഹേമിനോട് ചേർത്തല്ല കാണേണ്ടത്. യേശുക്രിസ്തുവിനെ സ്വർഗത്തോട് ബന്ധപ്പെടുത്തി കാണണം. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാണ്. ബേത്ലഹേമിലല്ല യേശുക്രിസ്തുവിന്റെ ആരംഭം. ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തിന്റെ ആരംഭമാണ്. മനുഷ്യനായി തീർന്നതാണ് ബേത്ലഹേം എന്ന് പറയുന്ന ക്രിസ്തുവിന്റെ ചരിത്ര ആരംഭം, ഭൂമിയിലെ ചരിത്ര ആരംഭം.
നമ്മൾ യേശു കർത്താവിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട കാര്യം, യേശു ക്രിസ്തു ചരിത്രാതീതനാണ്, കാലാതീതനാണ്. ആ കർത്താവിനെ ആ വിധത്തിൽ കാണുവാൻ നമ്മൾക്ക് സാധിക്കും. ഇവിടെ ഈ ഭാഗം പഠിക്കുമ്പോൾ ഇവിടം മുതൽ ഒരു ഉരസല് തുടങ്ങുക ഉണ്ടോ? ഇത്രയും നേരം ഇവർക്ക് എന്തിഷ്ടമായിരുന്നെന്നറിയാമോ യേശുവിനെ? എന്താ? യേശു കർത്താവേ, അപ്പം തരണേ, ഞങ്ങൾ തിന്നോളാമേ, എന്നും ഞങ്ങൾക്ക് ഈ അപ്പം തരണേ. വലിയ സ്നേഹമാണ്. കണ്ടോ? സത്യം പറയാൻ തുടങ്ങിയപ്പോൾ അവർ കലഹിക്കാൻ ആരംഭിക്കുക. ഞാന് ഇവിടെ നിർത്തട്ടെ പ്രിയപ്പെട്ടവരെ. സത്യം മനുഷ്യനെ അലോസരപ്പെടുത്തും കേട്ടോ. സത്യം സത്യമായി തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ അവിടെ ഉരസലാരംഭിക്കും, പ്രശ്നം തുടങ്ങും. ഇവിടെ പ്രശ്നം ആരംഭിച്ചു. ഇങ്ങേ അറ്റം കേൾക്കണേ, ഇങ്ങേ അറ്റം യഹൂദന്മാര് മാത്രമല്ല പ്രശ്നം ഉണ്ടാക്കിയത്. ഈ അധ്യായം അവസാനിപ്പിക്കുമ്പോ കാണാം ആരാ കൂടുണ്ടായിരുന്ന 70 എണ്ണമായിരുന്നു. 70-ൽ പലരും എന്ത് ചെയ്തു? ഇത് കഠിന വാക്കെന്ന് പറഞ്ഞ് കർത്താവിനെ വിട്ടുപോയി. സത്യം സത്യമായി ദൈവാത്മാവ് നമ്മൾക്ക് തിരിച്ചറിവ് തരുമ്പോൾ, സത്യം സത്യമായി ദൈവാത്മാവ് നമ്മൾക്ക് വേർതിരിച്ച് കാര്യങ്ങൾ വ്യക്തമാക്കുമ്പോൾ, ആ സത്യത്തോട് ചേർന്ന് നിൽക്കാൻ നമ്മൾക്ക് സാധിക്കണം. സത്യത്തോട് നമ്മൾ ഒരിക്കലും എതിർപ്പ് പ്രകടിപ്പിക്കരുത്. സത്യ തൽപരരായവർ കർത്താവിന്റെ വാക്ക് കേൾക്കും, സത്യം അവരെ സ്വതന്ത്രരാക്കും. ദൈവത്തിന് സ്തോത്രം. ഇതിന്റെ തുടർന്നുള്ള ആശയങ്ങളും പഠനവും ദൈവഹിതമായാൽ നമ്മൾക്ക് പിന്നീട് തുടരാവുന്നതാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട സത്യങ്ങളാണ് ഈ ഭാഗത്ത് നമ്മുടെ കർത്താവ്, സ്തോത്രം, ദൈവസഭയ്ക്ക് ആവശ്യമുള്ള ഉപദേശം എല്ലാം പഠിപ്പിച്ചത് യേശു ക്രിസ്തു തന്നെയാണ്. പത്രോസും പൗലോസും അവര് മാത്രമല്ല കേട്ടോ, വ്യക്തമായ ഉപദേശം, കൃത്യമായി സഭയ്ക്ക് വേണ്ട ഉപദേശം തന്ന കർത്താവിന്റെ ഉപദേശ സത്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും വന്ദനം. സന്തോഷപ്രദമായ പുതിയ വർഷം ആശംസിക്കുന്നു, നേരുന്നു. ദൈവം നമ്മെ ഏവരെയും ആശീർവദിക്കും.